നമ്മളോടുള്ള അസൂയയും കുശുമ്പും കൂടി ഭ്രാന്തായതാ. അതാ ഇപ്പൊ ഇങ്ങനെ ഒരു കാരണം ഉണ്ടാക്കി വഴക്കിന് വരുന്നത്. അവള് കുറെ നാളായി മകളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല. അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിനെ പോലെ ഒരു ആട്ടക്കാരിയെ ഏതെങ്കിലും ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കൂ? അമ്മ വേണ്ട, വിദ്യയെക്കുറിച്ച് മോശമായൊന്നും പറയരുത്. ഓഹോ, ഈ വീട്ടിൽ വന്ന് എന്നെ നിന്നെ അപമാനിച്ചവളുടെ മകളെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? അല്ലെങ്കിലും മീരയുടെ കൂടെ കൂടിയത് പിന്നെ നിനക്ക് കുറച്ച് സെന്റിമെന്റ്സ് കൂടുതലാ. അതുകൊണ്ട് ഒരു കാര്യമില്ല സൂരജെ. ഇനിയിപ്പൊ നീ എത്ര നല്ല പിള്ള കളിച്ചാലും ആ വിദ്യയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയൂ. അല്ലെങ്കിൽ തന്നെ പറഞ്ഞാലെന്താ, അതല്ലേ സത്യം. അവൾ ഈ ഡാൻസ് എന്നും പറഞ്ഞ് നാട് നീളം നടക്കുന്നതേ അത്ര നല്ല കാര്യത്തിനൊന്നും അല്ല. അമ്മേ, ഇനി ഒരിക്കൽ കൂടി വിദ്യയെക്കുറിച്ച് ഈ രീതിയിൽ പറയരുത്. അതെനിക്ക് സഹിക്കില്ല. എന്താ സൂരജെ, നിനക്കെന്താ ആ പെണ്ണിന്റെ കാര്യം പറയുമ്പോ എന്തോ ഒരു താല്പര്യം കൂടുതൽ പോലെ? ഇനി ആ ധന്യ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ധന്യാന്റി പറഞ്ഞത് എല്ലാം ശരിയാണ്. എനിക്ക് വിദ്യ ഇഷ്ടമാണ്. എന്താ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനും വിദ്യയും തമ്മിൽ സ്നേഹത്തിലാണ്. ഞാനൊരു വിവാഹം കഴിച്ചാൽ അത് വിദ്യയെ തന്നെയായിരിക്കും. അത് നീ തീരുമാനിച്ച മതിയോ? എന്റെ വിവാഹ കാര്യത്തില് എന്റെ തീരുമാനം തന്നെയല്ലേ വലുത്? ഇല്ല സൂരജെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ഈ ആഗ്രഹം നടക്കില്ല. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ധന്യ അവളുടെ മകളെയോ. എന്തിനാ അമ്മ ഈ വാശിയും വൈരാഗ്യവും? നമ്മളെല്ലാം സ്നേഹിച്ച് കഴിയേണ്ടവരല്ലേ? ഇതുവരെ ഇല്ലാത്ത ഒരു ബന്ധവും ഇനി ഉണ്ടാവില്ല സൂരജെ. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മറന്നേക്ക്. ഇല്ലമ്മേ, വിദ്യയെ മറക്കാൻ എനിക്ക് സാധിക്കില്ല. മറന്നേ പറ്റൂ സൂരജെ. നിനക്കിത് എന്താ പറ്റിയത്? ധന്യം ആ പെണ്ണിനെ നിനക്ക് നന്നായിട്ട് അറിയല്ലോ. പിന്നെ എങ്ങനെ അവള് നിന്റെ മനസ്സ് മാറ്റിയെടുത്തത്? ഇതിന്റെയൊക്കെ പിന്നിലും ആ ധന്യ തന്നെയാവും. മകളെ പറഞ്ഞു പഠിപ്പിച്ചു അവള് നിന്നെ വശീകരിച്ചതാ, എനിക്ക് ഉറപ്പാ. അമ്മ എന്തിനാ ഇതിന് ധന്യാന്റെ കുറ്റം പറയുന്നത്? ഞാനും വിദ്യയെ സ്നേഹിച്ചതിന് അവരെന്ത് തെറ്റ് ചെയ്തു? ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് ബുദ്ധിയില്ലാന്ന്. എടാ മോനെ, ആ വിദ്യക്ക് നല്ല വിവാഹം ഒന്നും നടക്കില്ലെന്ന് ഉറപ്പായപ്പോ ധന്യ തന്നെയാവും മകളെ കൊണ്ട് ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്. നീ ഇതിൽ വീഴാനും ചതിക്കപ്പെടാനും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയൊന്നും അല്ല അമ്മേ. അമ്മയ്ക്ക് വിദ്യയുടെ സ്വഭാവം അറിയാനിട്ടാ. അവളൊരു പാവമാണ്. സത്യത്തിൽ അവളുടെ സ്നേഹം എനിക്ക് കിട്ടിയത് അതിന്റെ ഭാഗ്യമാണ്. നിനക്ക് വട്ട. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. എന്റെ മരുമകളായി ആ പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അവളെ അല്ലാതെ വേറൊരു പെൺകുട്ടിയെ എനിക്കും സ്നേഹിക്കാൻ സാധിക്കില്ല. മോനെ, നീ അമ്മ പറയുന്ന ഒന്ന് കേക്ക്. നീ അവളെ മറക്കണം. അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിച്ചത് തന്നെ നിനക്ക് വേണ്ടിയാ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും വിദ്യ എനിക്ക് മറക്കാനാവില്ല. ഒന്നിന്റെ പേരിലും അവളെ വിട്ടുകളയില്ലെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ. ഓഹോ, അപ്പൊ നൊന്തുപറ്റ അമ്മയെക്കാളും നിനക്ക് വലുത് ഇന്നലെ കണ്ട ആ പെണ്ണാണല്ലേ? കൊള്ളാം മോനെ, എനിക്ക് ഇത് തന്നെ കിട്ടണം. നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച നിന്റെ അമ്മയ്ക്ക് സന്തോഷമായി. ഒന്നോർത്തോ, എന്നെ തോൽപ്പിച്ച് അവൾക്കൊപ്പം ജീവിക്കാന്നൊരു പ്ലാൻ നിനക്കുണ്ടെങ്കിൽ പിന്നെ നീ ഈ അമ്മയെ കാണില്ല. എന്താ അമ്മ ഇത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട.
എന്തിന്? അച്ഛനോട് ഞാനെല്ലാം പറയണമെന്ന് കരുതിയതാ, പക്ഷെ പറ്റിയില്ല. ഇനി എന്തിനാ മോളെ അതൊക്കെ പറയുന്നത്? പറയേണ്ട സമയത്ത് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നിനക്കെല്ലാ സ്വാതന്ത്ര്യവും അച്ഛൻ തന്നിരുന്നതല്ലേ? പലതിനും അമ്മ എതിർത്തപ്പോഴും വാൺ ചെയ്തപ്പോഴും ഞാൻ ധന്യയോട് വഴക്കിട്ട് നിനക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ലേ? ഉണ്ടച്ച, പക്ഷേ അമ്മയെ പേടിച്ചിട്ടാ ഞാനൊന്നും പറയാതിരുന്നേ. എന്റെ മനസ്സിലോ നല്ല വിങ്ങലുണ്ട്. എനിക്ക് എല്ലാം തുറന്നു പറയാൻ അച്ഛനല്ലേ ഉള്ളൂ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് നീ ഈ പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ള മോളെ? അങ്ങനെ അല്ല അച്ഛ. അറിവാകുന്ന പ്രായത്തിന് മുൻപ് തൊട്ടേ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ. അതിനുശേഷം എപ്പോഴൊക്കെയോ അറിയാതെ മനസ്സിൽ തോന്നിയൊരു അടുപ്പാ. അത് ഞാൻ സൂരജിനെ അറിയിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പ്രശ്നത്തിൽ നിന്നും സൂരജിനെ രക്ഷിച്ചു. അത് കഴിഞ്ഞോ ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചത്. അന്ന് സൂരജ് പോലും എന്നെ തിരുത്താൻ ശ്രമിച്ചതാ. പക്ഷേ എന്റെ മനസ്സ് അതിന് സമ്മതിച്ചില്ല. അച്ഛാ, സൂരജ് ഒരു പാവാ. മുൻപ് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തതിന്റെ പേരില് ഞങ്ങളെ തമ്മിൽ പിരിക്കരുത്. മോളെ, പ്രണയിക്കുന്ന സമയത്ത് ഒരാളുടെ കുറ്റവും കുറവും ഒന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതങ്ങനെയാണ്. നിന്നെ തിരുത്താൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ വിഷമവും നിനക്ക് ഈ സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. വിദ്യ, ഈ ബന്ധം ശരിയാവില്ല. എനിക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സൂരജിനെ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ഹരിയോടൊപ്പം പോയിരുന്നത് ഞാനാ. അവിടെ പോലീസുകാർ സൂരജിനെ കുറിച്ച് പറഞ്ഞിരുന്നത് നേരിട്ട് കേട്ടിട്ടുള്ളതും ഞാനാ. അതൊക്കെ എനിക്കറിയാം അച്ഛാ. പക്ഷേ അതിൽ നിന്നൊക്കെ സൂരജ് ഒരുപാട് മാറിപ്പോയി. മോളെ, എത്രയൊക്കെ മാറിയാലും ഒരാളുടെ ബേസിക് സ്വഭാവം ഒരിക്കലും മാറില്ല. അത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ വീണ്ടും തലപൊക്കും. നീ എൻ്റെ മകളാ. എനിക്കൊരിക്കലും നിന്റെ ജീവിതം വെച്ച് പരീക്ഷിക്കാൻ പറ്റില്ല. ധന്യ പലപ്പോഴും നിന്നെ സൂരജുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലെവിടെയോ ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു മോളെ. അതുകൊണ്ടാണ് ഞാൻ അന്നൊന്നും നിന്നെ കാര്യമായി എതിർക്കാതിരുന്നത്. എൻ്റെ വിശ്വാസം തെറ്റായിരുന്നുവെന്നും മനസ്സിൻ്റെ തോന്നലുകളായിരുന്നു ശരിയെന്നും എനിക്കിപ്പോൾ ബോധ്യമായി. എല്ലാരും എന്നെ ഇങ്ങനെ എതിർത്താ ഞാൻ എന്ത് ചോദിച്ചാ? എല്ലാവരും നിന്നെ എതിർക്കുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഇക്കാര്യത്തില് ഞാൻ ധന്യക്കൊപ്പമാണ് വിദ്യ. ഈ ബന്ധത്തിൽ നിന്ന് നീ പിന്മാറണം. സ്വയം മനസ്സിലാക്കി പിന്മാറണം. നിന്റെ ഭാവിയെ കരുതി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സൂരജിന്റെ സ്വഭാവമെങ്കിലും നല്ലതായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എതിർക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല അവസ്ഥ. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല അച്ഛാ. ഒരാൾ സ്വയം തിരുത്താൻ തയ്യാറാവുന്നത് ഉള്ളിൽ കൃത്യമായ ലക്ഷ്യബോധവും തിരിച്ചറിവും ഉണ്ടാകുമ്പോഴല്ലേ. അങ്ങനൊരവസ്ഥ സൂരജിനുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാ ഞാൻ എൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറഞ്ഞത്. പക്ഷെ അതാരും അംഗീകരിച്ചില്ല. മീരയെങ്കിലും കൂടെ നിൽക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. മീരയും കൂടി എതിർത്തതോടെ ആരോടെങ്കിലും പറയാനുള്ള കോൺഫിഡൻസ് കൂടി ഇല്ലാതായി. അതാ ഞാൻ അച്ഛനോട് പറയാതിരുന്നത്. വേണ്ട വിദ്യ, ഇനിയും നീ ഓരോ ന്യായങ്ങൾ പറയണ്ട. എനിക്കത് മനസ്സിലാവില്ല. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. വിദ്യ, മോൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് സ്വയം തിരുത്താൻ മനസ്സ് കാണിക്കേ. അല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. ഓ,
എന്താ അച്ഛാ കാണണമെന്ന് പറഞ്ഞേ? മോളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്നിട്ട് എന്താ അച്ഛൻ വീട്ടിലേക്ക് വരാതിരുന്നേ? കാര്യം കുറച്ച് സീരിയസാ. അതാ തൽക്കാലം ആരും അറിയണ്ടെന്ന് കരുതിയത്. എന്താ അച്ഛാ കാര്യം? സൂരജും വിദ്യയും തമ്മിൽ നമ്മൾ കരുതുന്നതിനപ്പുറത്ത് ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. കാര്യങ്ങളിപ്പോൾ ധന്യയ്ക്കും ബീനയ്ക്കും അടക്കം എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ രണ്ട് വീട്ടിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അച്ഛാ, സൂരജും വിദ്യയും എന്നെ വന്ന് കണ്ടിരുന്നു. അവരിതേപ്പറ്റി എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോ മോൾക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞിട്ട് അങ്ങനെ അധിക ദിവസമൊന്നും ആയില്ല അച്ഛാ. വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയാ അവരെന്നെ കാണാൻ വന്നത്. എന്നാലും അതറിഞ്ഞ സമയത്ത് മോളെന്താ എന്നെങ്കിലും ഒന്ന് അറിയിക്കാതിരുന്നത്? അത് ഇക്കാര്യം ആരോട് ഞാനായിട്ട് പറയരുതെന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ അവരെ അടുപ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരെ എതിർക്കുക ചെയ്തേ. അവർ പ്രതീക്ഷിച്ചിരുന്നൊരു സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാതിരുന്നതിൻ്റെ ഒരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാനായിട്ട് ആരെയും ഒന്നും അറിയിക്കരുതെന്ന് അവർ പറഞ്ഞത്. അവരങ്ങനെയല്ലേ പറയൂ. എന്നാലും മോളിതറിഞ്ഞപ്പോ എന്നെയോ മനോജിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ് വീട്ടിലറിഞ്ഞ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ വഷളായ എന്ത് ചെയ്യും അച്ഛാ? ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായി പോയി ഞാൻ. അമ്മായും ബീനാമയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിൻ്റെ കൂടി ഇതുകൂടി അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കഴിഞ്ഞ ദിവസം സൂരജും വിദ്യയും വഴിയിൽ വെച്ച് കണ്ട് സംസാരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ധന്യ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞത്. അവര് തമ്മിൽ അടുപ്പാണെന്ന് അറിഞ്ഞിട്ടാണോ അമ്മായി വന്നത്? അല്ല, സൂരജ് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വിദ്യയെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിരുന്നു. ആ സമയത്ത് എന്തോ അവർ തമ്മിലുള്ള കൂട്ട് വേണ്ടാന്നും പുറത്തു വച്ചുള്ള സംസാരവും കൊണ്ടുവിടലൊന്നും വേണ്ടാന്ന് ധന്യ സൂരജിനോട് പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ സംസാരിക്കുന്നത് കണ്ടതിനാണ് ധന്യ വന്നതും അതൊരു സംസാരമായതും. അയ്യോ, അപ്പോ ബീനാമയും തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? പറഞ്ഞു. ആ സമയത്ത് സൂരജും വന്നു. ഒടുവിൽ വിദ്യയുമായി സംസാരവും അടുപ്പമൊന്നും വേണ്ടാന്നും മറ്റും പറഞ്ഞിട്ടാണ് ധന്യ തിരികെ പോയത്. അതിനുശേഷം വീട്ടിൽ ചെന്ന് വിദ്യയെ ചോദ്യം ചെയ്ത് കാണും. അങ്ങനെയാവും അവിടെ കാര്യങ്ങൾ അറിഞ്ഞത്. ബീനയും സൂരജും തമ്മിൽ സംസാരിച്ചപ്പോഴാണ് സൂരജ് ബീനയോട് കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചത്. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല. മീര ഇത് അറിഞ്ഞപ്പോൾ തന്നെ എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ സൂരജും വിദ്യയുമായി സംസാരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ. അതൊക്കെ ഞാൻ പറഞ്ഞതാ അച്ഛാ. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അതെ, ഈ സമയത്ത് അവരെന്തൊക്കെ ചെയ്യുമെന്ന് അറിയാനൊക്കില്ല. അതൊക്കെയാണ് എൻ്റെ പേടി. ബീനയ്ക്കും ധന്യയ്ക്കും ഒന്നും അവരുടെ വാശി മാത്രമാ വലുത്. ഇതിനിടയിൽപ്പെട്ട് ടെൻഷനാവുന്നത് നമ്മളെപ്പോലുള്ളവരാ. അച്ഛൻ അമ്മാവനെ കണ്ട് സംസാരിച്ചിരുന്നോ? ഇല്ല മോളെ, മനോജിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ തമ്മിലൊന്ന് കാണുന്നത് നല്ലതല്ലേ? അതെ, പക്ഷേ ഞാൻ ആരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കും? സൂരജിന് എൻ്റെ മകന്റെ സ്ഥാനമാണ്. അവനെ എനിക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. മനോജ് വിദ്യയുടെ അച്ഛനാണ്. മനോജിന്റെ മാനസികാവസ്ഥയെ ഞാൻ മനസ്സിലാക്കണ്ടേ? സൂരജിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളല്ലല്ലോ മനോജ്. അവൻ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനോജിന് വ്യക്തമായിട്ട് അറിയാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഉണ്ടാവാതെ സൂരജിനെ ഇറക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് പലപ്പോഴും ഈ മനോജ് തന്നെയാ. അങ്ങനെ ഒരാൾക്ക് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഏതെങ്കിലും ഒരു അച്ഛൻ തയ്യാറാവോ? മനോജിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? എത്രമാത്രം ടെൻഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണിതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ പറഞ്ഞത് ശരിയാ. സൂരജ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അന്നത്തെ ആ സൂരജ് അല്ല ഇന്ന്. സൂരജ് ഒരുപാട് മാറി. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും
കൂടെയുള്ളവരോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഇപ്പൊ സൂരജിനുണ്ട്. സൂരജിന് മാറ്റമില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതുകൊണ്ട് പഴയതൊന്നും ഇല്ലാതാവുന്നില്ലല്ലോ. മനുഷ്യന്റെ ഇതുവരെയുള്ള പ്രവൃത്തികൾ വെച്ചാണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത്. ഇപ്പൊ അയാൾ എന്താണെന്നോ ഭാവിയിൽ അയാൾ എന്താകുമെന്നോ ആരും ചിന്തിക്കുന്നില്ല. പിന്നെ ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കാനും അത് ഉയർത്തി പറയാനുമാണ് ആളുകൾക്ക് താല്പര്യം. അച്ഛൻ ടെൻഷനാവാതെ. എല്ലാം അറിയുന്ന ഭഗവാൻ ഉണ്ടല്ലോ. ഈ പ്രശ്നത്തിനൊരു പോംവഴിയും ഭഗവാൻ തന്നെ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ എന്തായാലും അമ്മാവനെ കണ്ടെന്ന് സംസാരിക്കണം. ഒന്നിന്റെ പേരിലും നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാവരുത്. സംസാരിക്കാം. ശരി വിശാൽ, നീ എന്നാ വരുന്നേ? ഓക്കെ. വിശാൽ എന്താ പറഞ്ഞത്? വിദ്യയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കുന്നതാ നല്ലതെന്നാ അവന്റെ അഭിപ്രായം. ഒരു ആങ്ങളെ പറയേണ്ട അഭിപ്രായമാണത്. അവൻ നാട്ടിലില്ലാത്തതുകൊണ്ട് സൂരജിനെ കുറിച്ച് അവനെ നന്നായിട്ട് അറിയില്ല. അതാ അങ്ങനെ പറഞ്ഞത്. അങ്ങനല്ല. വിശാല് ലോകം കണ്ടവനാ. അതുകൊണ്ട് തന്നെ അവന്റെ കാഴ്ചപ്പാടുകളും ബ്രോഡായിരിക്കും. ആരെ വിവാഹം കഴിച്ചാലും വിദ്യയാണ് അയാൾക്കൊപ്പം ജീവിക്കേണ്ടതെന്നും അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുമാണ് അവൻ പറയുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അവനും ഏതെങ്കിലും ഹിന്ദിക്കാരിയോ നേപ്പാളിയോ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാ ഞാൻ ഈ വീട്ടിൽ കയറ്റൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടാനല്ല ഞാൻ മക്കളെ വളർത്തിയത്. ഇതൊക്കെ കേട്ടിട്ട് അമ്മ എന്താ ഒന്നും പറയാത്തത്? എന്തു പറയണമെന്ന് എനിക്കറിയില്ല തന്നെ. കുട്ടികളെ വിഷമിക്കുന്നത് കാണാനും വയ്യ. അവള് സ്വന്തം ഇഷ്ടത്തിന് ചെന്ന് ചാടുന്നത് ഏത് അവസ്ഥയിലായിരിക്കുന്നു ചിന്തിക്കാനും വയ്യ. അതാ ഞാൻ ഒന്നും പറയാതിരിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന് ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. വിദ്യേ, നിന്റെ മനസ്സിലിരിപ്പ് നടക്കാനും പോകുന്നില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. ഇങ്ങനെ ഒച്ചയെടുക്കില്ലേ തന്നെ, നാട്ടുകാർ കേൾക്കും. ഇനി നാട്ടുകാരെ കേൾക്കാതിരുന്നിട്ട് എന്തിനാ? മനുഷ്യന്റെ മാനോ അഭിമാനോ എല്ലാം കളഞ്ഞിട്ട് നടക്കുമല്ലേ കുലദ്രോഹി. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരാളെ സ്നേഹിച്ചൊന്നും പറഞ്ഞ് ഞാൻ എന്തോ മഹാ അപരാധം ചെയ്ത പോലെയാണല്ലോ അമ്മ പെരുമാറുന്നത്. നീ ചെയ്ത തെറ്റിന്റെ വലിപ്പം പോലും മനസ്സിലാക്കാനുള്ള വിവരം നിനക്കില്ലല്ലോ. അത് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഈ സമയത്ത് അതൊന്നും അവക്ക് തിരിച്ചറിയാൻ പറ്റില്ല തന്നെ. അവൾ ഇനി ഒന്നും തിരിച്ചറിയണ്ട. ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മനോജനെ വിളിച്ച് കല്യാണം ആലോചിച്ചില്ലേ? അവരോട് ഞാൻ പെണ്ണ് കാണാൻ വരാൻ പറയും. അവർക്ക് സമ്മതമായ ഉടനെ തന്നെ വിവാഹം ഉറപ്പിക്കും. നടക്കില്ല അമ്മ. എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിച്ച് എന്റെ അയാളുടെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് വയ്യ. ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് പറയുന്നതേ ഇതുവരെ നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേ? ഇത്രയും വളർത്തി വലുതാക്കിയ നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് അവൾക്ക് ഒന്നുമില്ലാത്ത തെണ്ടി ചെറുക്കന്റെ കൂടെ പോയി കഴിയണോന്ന്. നടക്കില്ല വിദ്യ. എന്റെ ശവത്തി ചവിട്ടിയാൽ നീ ഈ വീടിന്റെ പടി കടക്കൂ. ഞാനിത് വെറുതെ പറയുന്നതല്ല, മനസ്സിൽ ഉറപ്പിച്ച് തന്നെ പറയുന്നതാ. ഞാനതിന് എന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നു പറഞ്ഞില്ലല്ലോ. പിന്നെ പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും നിങ്ങൾ ആരും എന്നെയും നിർബന്ധിക്കാൻ പാടില്ല. സൂരജിനെ അല്ലാതെ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. അതുകൊണ്ട് മറ്റൊരു വിവാഹത്തിന് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. സൂരജിനെ വിവാഹം കഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെങ്കിലോ? വേണ്ട, സമ്മതിക്കണ്ട. ഞാനിപ്പോ ആരെയും വിവാഹം കഴിക്കാതിരുന്നാ പോരെ? നിന്റെ മനസ്സിലിരിപ്പ് ഇവിടെ നടക്കില്ല. നിങ്ങളെ എതിർത്ത് വിദ്യമോളൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പൊ അവളോടൊന്നും പറയണ്ട. കുറച്ചു ദിവസം കഴിയട്ടെ. അത് കഴിഞ്ഞ് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. എത്ര ദിവസം കഴിഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. എന്റെ തീരുമാനവും മാറില്ല. നമുക്ക് കാണാം.